ഓക്കെ, നമ്മളിവിടെ എന്താണെന്ന് ചോദിച്ചാൽ സെയിം ബെൽ കർവ് തന്നെ, പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഷെല്ലുകളല്ല പ്ലേസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഷേപ്പുകൾ, അതായത് നമ്മുടെ 2D എന്ത് ബെൽ കർവ് എങ്ങനെ ഇരിക്കും അതേ സാധനം തന്നെ, ബട്ട് എക്സെപ്റ്റ് ഇവിടെ അതിനൊരു വിഡ്ത്ത് ഉണ്ട്. ഓക്കെ, ചെറിയൊരു വിഡ്ത്ത് ഉണ്ട് ഇവന്, വളരെ ചെറിയ വിഡ്ത്ത. പേപ്പർ തന്നെ നമുക്ക് തോന്നും, പക്ഷേ വളരെ ചെറിയൊരു വിഡ്ത്ത. ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് വെളിയിൽ എടുത്ത് കാണിച്ചു തരാം. ഉണ്ടേ, കണ്ടില്ലേ, ഇതാണ് സാധനം. ഓക്കെ, വളരെ ചെറിയൊരു വിഡ്ത്ത് ഉണ്ട് ഇവന്. ഇതും ഈ പറഞ്ഞതിന്റെ കൂട്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി തന്നെയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ കേസ് നമുക്ക് തിരിച്ചു പറഞ്ഞോളാം. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഇതുപോലത്തെ ടൈനി സാധനങ്ങൾ വെച്ച് നിറയ്ക്കാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലത്തെ ടൈനി സാധനങ്ങൾ വെച്ച് നിറയ്ക്കാൻ ആണ്. നിങ്ങൾക്ക് എക്സാക്ട് സൂമിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ കണ്ട അതേ സാധനം തന്നെ, എക്സെപ്റ്റ് ഇതിന്റെ തിക്നെസ് കുറച്ച് കൂടുതൽ, നമുക്ക് വേണം ഒരുപാട് കുറയ്ക്കാം. ഓക്കെ, ഇതിന്റെ തിക്നെസ് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുപോലത്തെ ഷേപ്പുകൾ വെച്ച് നിറയ്ക്കുകയാണ്. കണ്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോട്ടൽ വോളിയം കിട്ടണേ എന്ത് വേണം, ഇതുപോലെ കിട്ടുന്ന ഓരോ സ്ലൈസ് ഉണ്ടല്ലോ ഈ കാണുന്നത്. ഇപ്പൊ ഇതൊരു സ്ലൈസ് ആണ്, അതിന്റെ മേളിൽ ഈ അടുത്ത സ്ലൈസ്, അതുപോലെ ഓരോ സ്ലൈസ് കൊടുത്തിട്ട് അതിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ വോളിയം കിട്ടും. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വേണ്ടിയിട്ട് നമ്മുടെ എന്ത് ആയിട്ടുള്ള ഒരു സ്ലൈസ് മാത്രം എടുക്കാം. ഓക്കെ, ഒരു സ്ലൈസ് മാത്രം എടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. ഇത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അല്ലെ ഇത് ചെയ്യാം. അപ്പൊ എന്ത് വേണം നമുക്ക്, ഈ ഓരോ സ്ലൈസിന്റെയും വോളിയം കണ്ടുപിടിക്കണം. എന്താ അതിന്റെ വോളിയം, നമുക്കറിയാവുന്ന വോളിയത്തിന്റെ ഒരു യൂണിവേഴ്സൽ ലോ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഏരിയ ഇൻറ്റു തിക്നെസ്, അതെടുത്താൽ കിട്ടും. ഇതിന്റെ ഏരിയ എന്തോന്നാ. ഓക്കെ, ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് തിക്നെസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കറക്റ്റ് സാധനം കിട്ടും. എന്ത്, ഓരോ സ്ലൈസിന്റെയും വോളിയം. ഇനി അതിന്റെ അപ്പർ ആംഗിളിൽ നിന്ന് സാധനം കാണിച്ചു തരാം. അതായത് ഞാൻ ഇതിനെ ഒരു ട്രയാങ്കിൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരു ട്രയാങ്കിൾ കാണിച്ചു തരാം. ഈ ട്രയാങ്കിൾ നമുക്ക് അത്യാവശ്യം, അതായത് ഈ കാണുന്നതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഈ കാണുന്നതാണ് നമ്മുടെ വൈ ആക്സിസ്. നമ്മളിങ്ങനെ ഓരോ പുതിയ പുതിയ സ്ലൈസസിനെ പറക്കി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ വൈ ആക്സിസിനകത്ത്. അതായത് ഈ കാണുന്ന ബേസ് ഇല്ലേ, അത് ഈ കാണുന്ന ബേസ് എക്സ് ആക്സിസിനെ പാരലാക്കി ഇങ്ങനെ വൈ ആക്സിസിന്റെ അകത്ത് ഇവരെ ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി. ഓക്കെ, അത് മറക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തൽക്കാലത്തേക്ക് ഒരു സ്ലൈസ് മാത്രം എടുക്കാം. ആ സ്ലൈസ് y ഈക്വൽ ടു ബി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ട് ഫിക്സ് ചെയ്തേക്കുക. ഓക്കെ, y ഈക്വൽ ടു നെഗറ്റീവ് ബി ആണോ നിങ്ങൾ ചിന്തിക്കേണ്ട, ജസ്റ്റ് ഇപ്പോൾ ഡിസ്റ്റൻസ് മാത്രം ചിന്തിച്ചാൽ മതി. ഇല്ല, ഇതിനെ കറക്കി മേളിൽ കൊണ്ടുപോയേക്കാം. ഓക്കെ, y ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്തേക്കുക. ജസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, y ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ് ഡിസ്റ്റൻസ് എടുക്കാം ഇവിടുന്ന്. ഓക്കെ, ഇത് എക്സ് ആക്സിസ് ആണല്ലോ, അപ്പൊ ഈ ബേസിൽ നമുക്ക് ഒരു എക്സ് ഡിസ്റ്റൻസ് എടുക്കാം. ഇവിടം വരെ ഉള്ളൊരു ഡിസ്റ്റൻസ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, എന്ത്, ബൈ പൈതഗോറസ് തിയറം ഈ കാണുന്ന ആർ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. കാരണം ഈ ആർ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി ഈ കാണുന്ന ഒരു എക്സ് ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടല്ലോ, ആ ഡിസ്റ്റൻസിൽ നിന്ന് ഒറിജിനിലോട്ട് വരച്ച വരെയാണ് ആറ്. ഓക്കെ, ഈ ട്രയാങ്കിൾ നമ്മൾ ജസ്റ്റ് കൺസ്ട്രക്ട് ചെയ്തതാണ്, അത് ഒരിക്കലും മറക്കില്ല. എന്താണ് ആ ട്രയാങ്കിളിൽ നമ്മൾ ചെയ്തേക്കുന്നത്, ആക്ച്വലി നമ്മൾ y ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് ഡിസ്റ്റൻസ് മാറ്റി നമ്മളൊരു സ്ലൈസ് വെച്ചു. എന്നിട്ട് ആ സ്ലൈസിന്റെ അകത്ത് നമ്മളൊരു എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഓക്കെ, എന്നിട്ട് ആ പോയിന്റ് തൊട്ട് ഒറിജിൻ വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ആറായിട്ട് എടുത്ത്. അങ്ങനെയാണ് ബൈ പൈതഗോറസ് തിയറം ബി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഓരോ സ്ലൈസിനെ എക്സാമിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടണേ നമ്മൾ എന്താ പറഞ്ഞ, ഏരിയ ഇൻറ്റു തിക്നെസ് എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞത്. ഇവിടുത്തെ ഏരിയ എന്തോന്നാ, ഇവിടുത്തെ ഈ കാണുന്ന ഓരോന്നിന്റെ ഏരിയ. തിക്നെസ് എന്തോന്നാ, അതാ എനിക്ക് അറിയേണ്ടത്. ഇവിടെ തിക്നെസ് ഡി വൈ ആണോ, ഡി വൈ. അതിന്റെ കാര്യം എന്താ, കാരണം നമ്മൾ ഓൾറെഡി കണ്ടില്ലേ, ഈ സ്ലൈസസിനെ അറേഞ്ച് ചെയ്യുന്ന ഇവിടെ വൈ ആക്സിസിലല്ലേ. നോക്ക്, കണ്ടോ, ഈ സ്ലൈസസിനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ ഈ കാണുന്ന വൈ ആക്സിസ് ചെയ്യാണ്ട്, ഈ കാണുന്ന ബേസുകളെല്ലാം എക്സ് ആക്സിസിനെ പാരലാക്കി വൈ ആക്സിസിലല്ലേ സ്റ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരെണ്ണത്തിന്റെ തിക്നെസ് നിങ്ങൾ നോക്കിയ ഡി വൈ ആയിരിക്കും അല്ലേ, ഈ കാണുന്ന തിക്നെസ് ഡി വൈ അല്ലേ. അതിന്റെ കാര്യം എന്താ, കാരണം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് വൈ ആണെങ്കിൽ ഇതിൽ കാണുന്ന ഓരോ ചെറിയ ചെറിയ ഡിസ്റ്റൻസും ഡി വൈ ആയിരിക്കും. ആൻഡ്
ഇതിനെ എവിടെ ആക്ച്വലി സ്റ്റാക്ക് ചെയ്തേക്കുന്നത്? വൈ ആക്സിസിൽ തന്നെ അല്ലേ? ഈ കാണുന്ന വൈ ആക്സിസിൽ അല്ലേ? അപ്പം ഇത് ടോട്ടൽ വൈ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ കാണുന്ന ഓരോന്നിന്റെയും തിക്നെസ് ഡി വൈ ആയിരിക്കും. മനസ്സിലായില്ലേ? സോ അതുകൊണ്ടാണ് ഇതിന്റെ ഏരിയ നമുക്ക് എ ഓഫ് ഐ എന്നോ എന്ത് വേണേലും വിളിക്കാം. പക്ഷെ ഇവന്റെ തിക്നെസ് എപ്പോഴും ഡി വൈ ആയിരിക്കും. കാരണം ഇവൻ വൈ ആക്സിസിലാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ടാണ് എ ഓഫ് ഐ ഇൻറ്റു ഡി വൈ എന്ന് എടുത്തേക്കുന്നത്. ഓക്കെ, ഫ്രം എവിടെ? നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ. അതിന്റെ കാര്യം എന്താ? കാരണം നമുക്ക് ഓൾറെഡി അറിയാം ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ നമുക്ക് ഇനി അറേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലല്ലോ, നമുക്ക് അങ്ങ് നെഗറ്റീവ് ഇൻഫിനിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇനി പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. ഓക്കെ, അല്ലെ പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ പോകാം നമുക്ക്. മനസ്സിലായോ? സോ അതാണ് ബേസിക്കലി ഇവിടെ മീൻ ചെയ്യുന്നത്. ടോട്ടൽ വോളിയം ഈക്വൽ ടു എ ഓഫ് ഐ ഇൻറ്റു ഡി വൈ ഫ്രം നെഗറ്റീവ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി. ഇതെന്താന്ന് മനസ്സിലായില്ലേ? ബേസിക്കലി വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഈ കാണുന്ന ഓരോ സ്ലൈസിന്റെയും വോളിയം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഏരിയ ഇൻറ്റു അതിന്റെ തിക്നെസ് എന്താ? ഡി വൈ ആ. കാരണം ഇവരെ അറേഞ്ച് ചെയ്തേക്കുന്ന വൈ ആക്സിസിലാണ്. അപ്പോൾ ഓരോ തിക്നെസ് എന്നും പറഞ്ഞാൽ ഡി വൈ ആ. പിന്നെ അവരുടെ ഏരിയ കണ്ടുപിടിക്കുക. എങ്ങനെയാന്ന് പറയാം. എന്നിട്ട് എന്താ നമ്മൾ ചെയ്തത്? ആ എല്ലാ വോളിയം സമ്മപ്പ് ചെയ്ത് ഈ കാണുന്ന സിമ്പിൾ അതാ. ഇന്റഗ്രേഷൻ എന്ന സിമ്പിൾ അത് തന്നെ. സമ്മപ്പ് ചെയ്യുന്നു ഫ്രം എവിടെ തൊട്ട്? നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി. കാരണം എന്താ? ഈ വിഷ്വൽ നമ്മൾ ഇവിടെ തൊട്ട് ഇവിടം വരെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിയൽ കേസിൽ അങ്ങ് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി ബെൽ കർവ് ഇത്രയല്ല, ഇത് ഭയങ്കരമായിട്ട് പരന്നു കിടക്കുന്നതാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞു വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളൊരു ഫിക്സ്ഡ് ഡിസ്റ്റൻസ് വെച്ചല്ലോ. എന്ത്? y ഈക്വൽ ടു ബി എന്ന് വന്നിട്ട് നമുക്ക് നേരെ അതിലോട്ട് ഉണ്ടേ. y ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫിക്സ്ഡ് ഡിസ്റ്റൻസ് വെച്ചല്ലോ. അവിടെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ പൈതഗോറസ് തിയറം പറഞ്ഞത്. ഓക്കെ, നമുക്ക് നേരെ അതെടുക്കാം. ഇവിടെ നമ്മൾ എ ഓഫ് വൈ എന്ന് വിളിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല, വൈന്ന് ഒരു ഇത്ര ഡിസ്റ്റൻസ് മാറിയിരിക്കുന്ന സ്ലൈസിന്റെ ഏരിയ. ഓക്കെ, അതുപോലെ തിക്നെസ് നമ്മൾ ഡി വൈയിലാണല്ലോ പറയുന്നത്. അപ്പൊ ഇതിന് വൈ കറസ്പോണ്ടൻസ് ആയിട്ട് ഏരിയ പറയുന്നത്. അതായത് വൈ ആക്സിസിൽ ഒരു ഇത്ര ഡിസ്റ്റൻസ്, ഇവിടെ ഇപ്പൊ ബി ഡിസ്റ്റൻസ് മാറിയിരിക്കുന്ന സ്ലൈസിന്റെ ഏരിയ. അതാണ് എ ഓഫ് ഐ ബേസിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എ ഓഫ് ബി എന്താണ്? ഈ എ ഓഫ് ഐ അതാണ്. എ ഓഫ് ബി എന്താണെന്ന് ചോദിച്ചാൽ എക്സാക്ട്ലി ഇത് ഈ ബി ഡിസ്റ്റൻസ് മാറിയിരിക്കുന്ന ഒരു സ്ലൈസിന്റെ ഏരിയ. ഓക്കെ, അത് ചിലപ്പോൾ ബി എന്ന് നമ്മൾ എ ഫിക്സ് ചെയ്തേക്കുന്നത് വൈ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തേക്കുക. സോ ഞാൻ ഇവിടെ ഉള്ള സ്ലൈസ് എടുക്കുന്നതെങ്കിൽ ഈ സ്ലൈസിന്റെ വൈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബി ആയിരിക്കും. ഇവിടെ ഉള്ള സ്ലൈസ് എടുക്കുന്നതെങ്കിൽ ഈ സ്ലൈസിന്റെ വൈ ഡിസ്റ്റൻസ് ബി ആയിരിക്കും. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് എക്സ് വാല്യൂ മാറ്റിക്കൊണ്ടേയിരിക്കാം. അപ്പൊ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആർ വാല്യൂ മാറും. ഓക്കെ, മനസ്സിലായല്ലോ? വേരിയിങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് എ ഓഫ് ബി എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു ബി ഡിസ്റ്റൻസ് മാറിയിരിക്കുന്ന ഈ സ്ലൈസിന്റെ ഏരിയ. അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. കണ്ട ഇതാണല്ലോ നമ്മളിപ്പോ കണ്ട ഈച്ച് സ്ലൈസ്. ഓക്കെ, ഇതാണ് ഈച്ച് സ്ലൈസ്. ഇത് 3D അല്ല, ഇത് 2D റെപ്രസെന്റേഷനാണ്. അത് നിങ്ങൾക്ക് ഏരിയ എന്തോന്ന് മനസ്സിലാക്കാനാണ്. കാരണം ഏരിയ എന്തോന്ന് അറിയാൻ നിങ്ങൾക്ക് 2D മതിയല്ലോ, 3D വേണ്ട. അപ്പം വോളിയം കണ്ടുപിടിക്കണ ഏരിയ ഇൻറ്റു ഡെപ്ത് വേണം. എന്നിട്ട് ഇത് ഒറ്റ സ്ലൈസിന്റെ കിട്ടണമെങ്കിൽ എന്നിട്ട് മൊത്തം സൈസിന്റെ വോളിയംസ് ആഡ് ചെയ്താൽ ടോട്ടൽ വോളിയം കിട്ടും. പക്ഷെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അതാ, ഏരിയ ഇൻറ്റു ഡെപ്ത് അല്ലേ. അപ്പൊ ഏരിയ എന്താ? ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അതാണ് അടുത്തത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഈ കാണുന്ന നമ്മുടെ, അതുകൊണ്ടാണ് നമ്മൾ 2D എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയ സ്ലൈസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഡി എക്സ്. കാരണം ഇത് ഇരിക്കുന്ന എക്സ് ആക്സിസിലാണ്. ഓക്കെ, അതായത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് വൈ ആക്സിസിലാണ് ഇങ്ങനെ സ്ലൈസസിനെ അറേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഓരോ സ്ലൈസും ഇരിക്കുന്ന എക്സ് ആക്സിസിന് പാരലല്ല. അപ്പം ഈ കാണുന്ന ബേസ് എന്തോന്നാ? എക്സ് ആണ്. ഓക്കെ, അത് തന്നെയാണ് ഈ കാണുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ചെറിയൊരു സ്ലൈസ് കൺസിഡർ ചെയ്താണ് ഡി എക്സ്. ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇന്റഗ്രേഷനിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഏരിയ അണ്ടറുടെ കർവ് കണ്ടുപിടിക്കണം. ഇതുപോലെ ഒരുപാട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തിട്ട് എല്ലാ ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിച്ച് സമ്മപ്പ് ചെയ്താൽ മതിയെന്ന്. സോ അത് തന്നെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാ. ഈ കാണുന്ന കർവിന്റെ ഇക്വേഷൻ എന്താ? ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെ. പക്ഷെ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം, ഈ പൈതഗോറസ് തിയറം വെച്ച് ആർ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെ തന്നെ എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് ബി സ്ക്വയർ ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ ബി എന്താണ്? ബി ഡിസ്റ്റൻസ് മാറിയിരിക്കുന്ന ഒരു സ്ലൈസ്. ഓക്കെ, വൈ ഈക്വൽ ടു ബി ഡിസ്റ്റൻസ് മാറിയിരിക്കുന്ന സ്ലൈസ്. ഒരിക്കലും മറക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
നമുക്ക് ഇതുപോലെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം. ഇതുപോലുള്ള എല്ലാ സ്ട്രിപ്പിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ടോട്ടലി സമ്മപ്പ് ചെയ്താൽ മതി. റേഞ്ച് എന്താ? -∞ തൊട്ട് +∞ വരെ. അപ്പൊ എ ഓഫ് ബി, അതായത് ബി ഡിസ്റ്റൻസ് മാറിയിരിക്കുന്ന സ്ട്രിപ്പിന്റെ ഏരിയ. ഇത് അതേ സ്ട്രിപ്പാന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ബി ഡിസ്റ്റൻസ് മാറിയിരിക്കുന്ന സ്ട്രിപ്പാണിത്. അപ്പൊ എ ഓഫ് ബി ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് e⁻b² ഇൻറ്റു e⁻x² dx ഫ്രം -∞ to ∞. അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആയി, കാരണം നമുക്ക് ഓൾറെഡി അറിയാമല്ലോ നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ മെയിൻ പ്രോപ്പർട്ടി ആണത്. അപ്പൊ എന്ത് ചെയ്ത്, ഇതാണ് ഏരിയ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഏരിയ കിട്ടി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ അകത്ത് നിന്ന് ഈ e⁻b² വലിച്ച് വെളിയിടാം. എ ഓഫ് ബി ഈക്വൽ ടു e⁻b² ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് e⁻x² dx ഫ്രം -∞ to ∞ വരെ. അപ്പൊ ഈ പറയുന്നത് എന്താണ്? അതായത് ഇത് ഏരിയ ആണ്. ഏരിയ ഓഫ് വാട്ട്? ഏരിയ ഓഫ് ദിസ് സ്ലൈസ്. ഓക്കെ, ദിസ് സ്ലൈസ് ഫ്രം എ ഡിസ്റ്റൻസ് ബി. ഓക്കെ, ഏരിയ ഓഫ് ദിസ് സ്ലൈസ് ഫ്രം എ ഡിസ്റ്റൻസ് ബി. അതാണ് ആക്ച്വലി ഈ ഏരിയ. അങ്ങനെ ഈ ഏരിയ കിട്ടിയാൽ ഇതിന്റെ ആക്ച്വൽ വോളിയം, ഈ കാണുന്ന സ്ലൈസിന്റെ വോളിയം കിട്ടണമെങ്കിൽ ഏരിയ ഇൻറ്റു തിക്നെസ് എടുത്താൽ മതി. ഓക്കെ, ഈ കാണുന്ന സ്പെസിഫിക് ഏരിയ ഇൻറ്റു തിക്നെസ്. തിക്നെസ് എന്താ നമുക്ക് ഓൾറെഡി അറിയാം, dy. അപ്പോൾ എന്ത് കിട്ടും? ഈ കാണുന്ന സ്ലൈസിന്റെ വോളിയം കിട്ടും. അങ്ങനെ മൊത്തം സ്ലൈസിന്റെ വോളിയം സമ്മപ്പ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വോളിയം കിട്ടും. അതാണ് നമ്മൾ ബേസിക്കലി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വോളിയം കിട്ടണേ എന്ത് വേണം? നമ്മൾ ഓൾറെഡി പറഞ്ഞതിന്റെ കൂട്ടാനുണ്ട്, ഓരോ സ്ലൈസിന്റെ വോളിയം സമ്മപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിലോട്ട് പോവുക. ഉണ്ട് സോൾവിങ് ദ വോളിയം. വോളിയം കിട്ടണേ നമുക്ക് എന്ത് ചെയ്യാൻ എടുക്കാം. വോളിയം കിട്ടണേ ഇന്റഗ്രൽ ഓഫ് എ ഓഫ് ഐ dy ഫ്രം -∞ to ∞ വരെ. എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ സ്ലൈസിനെ y ആക്സിസിൽ അറേഞ്ച് ചെയ്യുന്ന, അപ്പൊ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ്, മീൻസ് എന്താ, നമ്മുടെ ഈച്ച് സ്ലൈസസ് ഇരിക്കുന്നത്. അതായത് y ഡിസ്റ്റൻസ് മാറിയിരിക്കുന്ന ഒരു സ്ലൈസിന്റെ ഏരിയ, അതിന്റെ തിക്നെസ് dy. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ വോളിയം കിട്ടണമെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യണം. ഇതിനെ സോൾവ് ചെയ്യുന്ന എങ്ങനെ? നമ്മൾ ഓൾറെഡി ഒരു കാര്യം കണ്ടിട്ടുണ്ട്, എ ഓഫ് ബി ഈക്വൽ ടു എ ഇൻറ്റു e⁻b². അപ്പൊ ഇവിടെ എ ഓഫ് വൈ ഈക്വൽ ടു എന്തോ? എ ഇൻറ്റു e⁻y². ഓക്കെ, അതിനെടുത്ത് നേരെ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഒരിക്കലും തരുന്നത്, കാരണം ബി എന്ന് പറഞ്ഞാൽ വൈ ഡിസ്റ്റൻസ് തന്നെ. അപ്പൊ നമ്മൾ y ഈക്വൽ ടു ബിക്ക് വരെ നേരെ ഒരു വേറൊരു y വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, y തന്നെ ഡയറക്ട്ലി എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എ ഓഫ് ബി ഈക്വൽ ടു എ ഇൻറ്റു e⁻b² പകരം എ ഓഫ് വൈ ഈക്വൽ ടു എന്തോ? എ ഇൻറ്റു e⁻y² എന്ന് കിട്ടും. അതിനെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓഫ് എ ഇൻറ്റു e⁻y² dy ഫ്രം -∞ to ∞ വരെ. അപ്പൊ വോളിയം എന്ത് കിട്ടും? വോളിയം എന്ത് കിട്ടും എന്ന് വെച്ചാൽ എ ഇൻറ്റു, വീണ്ടും എന്ത് കിട്ടും? എ തന്നെ കിട്ടും. കാരണം ഇതെന്താ നമ്മൾ കണ്ടേ ഏരിയയുടെ ഇക്വേഷൻ തന്നെ അല്ലേ? കണ്ടേ, ഒറ്റ സാധനം എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വേരിയബിൾസ് മാറി എന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടെ ഒരു സ്ലൈസ് വെച്ചിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതും അല്ലാതെ തിരിച്ചിങ്ങനെ ഒരു സ്ലൈസ് വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, നമ്മളിപ്പോ ഇങ്ങനെ ഇതിനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ പോന്നു, അതിന് പകരം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടും. സോ ഈ വേരിയബിൾ മാറി എന്നതുകൊണ്ട് നിങ്ങളെ പേടിക്കണ്ട. ഓക്കെ, അവിടെ എക്സിന്റെ ടേമിലായിരുന്നെങ്കിൽ ഏരിയ എക്സിന്റെ ടേമിലായിരുന്നെങ്കിൽ നമ്മൾ അതിനെ വൈയുടെ ടേമിൽ കൊണ്ട് അറേഞ്ച് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ എന്ത് കിട്ടി? വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഏരിയ എന്ന് കിട്ടി, ഏരിയ സ്ക്വയർ. നമുക്ക് ആക്ച്വലി ഇതാ വേണ്ടത്, നമുക്ക് ഈ റിലേഷൻഷിപ്പ് മതി. മനസ്സിലായോ? ഇത് ഒരു വെടി രണ്ട് പക്ഷമല്ല. അതായത് വോളി ഈക്വൽ ടു ഏരിയ സ്ക്വയർ. നമുക്ക് ഓൾറെഡി അറിയാം വോളി ഈക്വൽ ടു പയ്യാന്ന് ഷെൽ മെത്തേഡ് വെച്ചിട്ട്. അങ്ങനെ ഏരിയ എന്താ ആയിരിക്കും? √π. ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഈ കാണുന്ന ബെൽ കർവിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇതിനെ സോൾവ് ചെയ്താൽ മതി, ഈ ഇക്വേഷനെ സോൾവ് ചെയ്താൽ മതി. മനസ്സിലായോ? പക്ഷേ ഈ ഇക്വേഷൻ പക്ഷേ ഇത് ഇച്ചിരി ചടങ്ങ. ഞാൻ കണ്ടെടുത്തോളം വെച്ച് ഒന്നീ പോളാർ കോർഡിനേറ്റ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടോ ചെയ്യണം. ഇപ്പൊ വേണ്ടേ ഇതിന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റിയേ? എനിക്ക് ആ റിലേഷൻഷിപ്പ് കാണിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, y ഈക്വൽ ടു b ഈക്വൽ ടു a² എന്നുള്ള. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതും മനസ്സിലായേ? ഇത് ബേസിക്കലി ഒന്നുമില്ല, ഇതിന്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് ടൈനി വോളിയം സ്ട്രിപ്സ് ഉണ്ട്. അതിന്റെ എല്ലാത്തിന്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് സമ്മപ്പ് ചെയ്യണം. അപ്പോൾ ഓരോ സ്ട്രിപ്പിന്റെ വോളിയം കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? അതിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഒരു തിക്നെസ് dy ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഏരിയ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയ കൊണ്ട് വോളിയത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ,
നിങ്ങളുടെ പ്രൈമറി സംശയം എങ്ങനെ ഈ ടേം എ ആയി എന്നുള്ളതാണെങ്കിൽ അത് ബേസിക്കലി നമ്മൾ ഓൾറെഡി മേടി പറഞ്ഞിട്ടുണ്ട്. എന്ത് എ ഓഫ് ബി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ബി സ്ക്വയർ ഫ്രം ഇന്റഗ്രൽ ഓഫ് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ഡോട്ട് ഡി എക്സ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനെ മാറ്റി വെളിയിറക്കിയിട്ട് ഈ കാണുന്ന ഇത്രയും ടേമിനെയാണ് നമ്മൾ എ എന്ന് പറഞ്ഞു വിളിച്ചത്. അത് ഏരിയ, ബേസിക്കലി ഏരിയ. എ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് ഡോട്ട് ഡി എക്സ് ഫ്രം നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അതായത് ബേസിക്കലി ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, നമ്മുടെ ബി ഡിസ്റ്റൻസ് മാറിയുള്ള ഒരു ബെൽ കർവിന്റെ ഏരിയ. ഈ കാണുന്ന ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ ജനറൽ ആയിട്ടുള്ള ഏരിയ. ഓക്കെ, അതായത് ബി 0 എടുത്ത് നോക്ക്. ബി 0 എടുത്താൽ എന്താ കിട്ടും? ഇവിടെ 1 കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? എ ഓഫ് ബി എന്ന് പറയുന്നത് ഏരിയക്ക് സെയിം ആവും. അതെന്തോന്നോ, അതായത് ഈ എക്സാക്ട് സെന്റർ ഇരിക്കുന്ന ബെൽ കർവിന്റെ ഏരിയയാണ് ഇതാ ഈ കാണുന്നത്. മനസ്സിലായോ? ഇതാണ് എക്സാക്ട് സെന്റർ ഇരിക്കുന്ന ബെൽ കർവിന്റെ ഏരിയ. ഈ സെന്റർ ഇരിക്കുന്ന ബെൽ കർവ് ഒന്ന് ഇങ്ങനെ തന്നെ നമുക്ക് വെക്കണമെന്നുണ്ടോ? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടും വെച്ചാൽ പോരെ, അപ്പോഴും കറക്റ്റ് ആയില്ലേ? അതായത് ഇങ്ങനെ ഇവിടെ വെക്കുന്ന ഇതേ സാധനം തന്നെ അല്ലേ ഇവിടെ ഇതിലേക്കൂടി ഇങ്ങനെ തിരിച്ചു വെച്ചാലും പെർപെൻഡിക്കുലർ ആയിട്ട്, കാരണം രണ്ടും സിമ്മട്രിക് അല്ലേ? ഓക്കെ, അതാണ് എക്സാക്ട്ലി സെയിം സാധനം, രണ്ടും സെയിം ആണ്. ഓക്കെ, അത്രയേ ഉള്ളു. അപ്പം അങ്ങനെയാണ് ഇത് എ ആയത്. മനസ്സിലായോ? അങ്ങനെയാണ് ഇത് എ സ്ക്വയർ ആയത്. എനിക്ക് ബേസിക് ആയിട്ട് വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാണ്, റിലേഷൻ ഉണ്ട്, വി ഈക്വൽ ടു എ സ്ക്വയർ. നമ്മൾ വോളിയം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് y വെച്ചിട്ട്. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം ഈ കാണുന്ന ബെൽ കർവിന്റെ 2D റെപ്രസെന്റേഷന്റെ ഏരിയ കണ്ടുപിടിക്കണ ഏരിയ അണ്ടർ ദ കർവ് ഇന്റഗ്രലിൽ വെച്ചിട്ട് ട്രപ്പിസോഡ് മെത്തേഡോ പരാബോളിക് മെത്തേഡോ ട്രയാങ്കുലർ മെത്തേഡോ അതേ റൈമൻ സമ്മോ എന്ത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, നമുക്കപ്പോൾ ഇനി അടുത്ത കാര്യത്തിലോട്ട്. നമുക്ക് ഓൾറെഡി വോളിയം എന്താണെന്ന് കിട്ടി, പൈ എന്നും കിട്ടി, നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ കോൺസ്റ്റന്റ് 1/π എന്നും കിട്ടി, പിന്നെ അതുപോലെ റിലേഷൻ വി ഈക്വൽ ടു എ സ്ക്വയർ എന്നും കിട്ടി. അത് മറക്കില്ല. ഇനി ഡാറ്റ് ത്രോയിങ് വീണ്ടും